എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്രിസ്മസ് വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമുക്ക് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് ടേബിൾ ടോപ്പ് ക്രിസ്മസ് ട്രീ ആണ്. 2 മെത്തേഡ് കാണിച്ചു തരാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ആയിട്ട് പുറത്തുനിന്നുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാതെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഈ ഒരു ട്രീ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാർഡ്ബോർഡാണ്. അപ്പോൾ കാർഡ്ബോർഡ് നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ ബോക്സ്, അങ്ങനത്തെ ബോക്സില്ലേ, കുറച്ച് തിന്നായിട്ടുള്ളത്, അങ്ങനത്തെ അത് എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് മാസ്കിൻ്റെ ആ ഒരു ബോക്സിൻ്റെ ഒരു സൈഡാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിങ്ങനെ ഇതുപോലെ ഒരു കോൺ ഷേപ്പ് ആക്കിയിട്ട് അതിൻ്റെ ബേസ് ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു കോണിൻ്റെ അത് അവിടെ ഭദ്രമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് അങ്ങനെ കോൺ ഷേപ്പ് ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഒരു ബേസ് ആയിട്ടാണ് നിൽക്കുക. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് പിസ്ത ഷെൽസ് ആണ്. ഇനി അടുത്ത പണി എന്ന് വെച്ചാൽ നമ്മൾ ഈ പിസ്ത ഷെൽസ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ലെയറായി ഈ ക്രിസ്മസ് ട്രീയിൽ മൊത്തം ഒട്ടിച്ച് വയ്ക്കണം. അപ്പം നമുക്ക് അങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. പിന്നെ ഫെവിക്കോൾ കൊണ്ട് തന്നെ ഒട്ടിക്കാൻ പറ്റും. ഗ്ലൂ ഗൺ ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കുമ്പം കുറച്ച് ടൈം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഞാൻ ഈ പിസ്ത ഷെൽസൊക്കെ ഈ കോണിൻ്റെ മേലെ മൊത്തമായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല, നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും. ഇനി നിങ്ങളുടെ അടുത്ത് ഗ്രീൻ സ്പ്രേ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അതടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. മൊത്തമായിട്ട് അത് കവറാവാൻ ഏറ്റവും നല്ലത് ഗ്രീൻ സ്പ്രേ പെയിൻറ്റ് അടിക്കുന്നതാണ്. പക്ഷേ എൻ്റെ അടുത്ത് സ്പ്രേ പെയിൻറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് മൊത്തമായിട്ട് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ആ ഗ്യാപ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. കുറച്ച് പോർഷനായിട്ട് ഉണക്കി അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പെയിൻറ്റ് ചെയ്ത് എടുത്ത ട്രീ ആണിത്. ഇനി ഇതിൽ കാണുന്ന റെഡ് എന്ന് വെച്ചാൽ ഞാൻ റെഡ് ഗ്ലിറ്റർ ഗ്ലൂ ഇല്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഓരോ ഷെല്ലിൻ്റെ മേലെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തതാണ്. പക്ഷെ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഡെക്കറേഷൻ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒരു നെയിൽ പോളിഷ്, ഒരു സിൽവർ കളർ നെയിൽ പോളിഷ് എടുത്തിട്ട് അതിൻ്റെ ഈ പിസ്ത ഷെൽസിൻ്റെ ഈ ഒരു ഇങ്ങനെ എഡ്ജ് ഉണ്ടാവില്ലേ, അതിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കുകയാണ്. അപ്പം ഇതിൽ ശരിക്കും ഈ ട്രീയുടെ ഗ്രീൻ കളറെന്ന് വെച്ചാൽ ഈ ഒരു ഡാർക്ക് കളർ അല്ല ശരിക്കും നേരിട്ട് കാണാൻ. ക്യാമറയിൽ എന്താ ഇങ്ങനെ കാണുന്നതെന്ന് എനിക്ക് അറിയില്ല. ലാസ്റ്റ് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ മനസ്സിലാവും.
അപ്പോൾ ദാ ട്രീക്ക് മൊത്തമായിട്ട് നമ്മൾ ഈ ഒരു സിൽവർ കളർ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ ടോപ്പിൽ ശരിക്കും ഒരു സ്റ്റാർ വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് തെർമോകോൾ ബോൾസ് എടുത്തിട്ടുണ്ട്. ചെറിയ ബോൾസാണ്. അപ്പം ഈ ഒരു ഇതിൻ്റെ മേലത്തെ പോർഷൻ ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ കുറച്ച് ഫെവിക്കോൾ വെച്ചിട്ട് തെർമോകോൾ ബോൾസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്നോവിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. അപ്പം നമ്മൾ ടി വി അല്ലെങ്കിൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ നമുക്ക് തെർമോകോളിൻ്റെ പീസസ് കിട്ടും. അപ്പം ആ പീസസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതിങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള തെർമോകോൾ ബോൾസ് എടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ തെർമോകോളിൻ്റെ ചെറിയ പീസുകളില്ലേ, എന്താ പറയുക, കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ എടുത്താലും മതി കേട്ടോ. നമുക്കിന്ന് ഒരാളോട് ഒരു ഹായ് പറയാനുണ്ട്. അപ്പം ആളുടെ പേര് ജുബി എന്നാണ്. അപ്പോൾ ജുബിക്ക് ഒരു ബിഗ് ഹായ് ഉണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ ആ റെഡ് കൊടുത്തില്ലേ, ആ റെഡ് കൊടുത്ത സ്ഥലത്തൊക്കെ ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ഞാൻ ഈ തെർമോകോൾ ബോൾസ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ട്രീക്ക് ഒരു ലുക്ക് വന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പിസ്ത ഷെല്ല് കൊണ്ടുള്ള ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ട്രീ ആണ്. അപ്പം ഈസി അല്ലേ, ജസ്റ്റ് ആ പിസ്ത ഷെല്ല് ഒട്ടിക്കുന്ന പണി മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ട്രീ. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അടുത്ത ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് സിമ്പിളാണ്. ഒരു കാർഡ്ബോർഡ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ ഇതുപോലെ ട്രീയുടെ ഒരു പിക്ചർ ഞാൻ ജസ്റ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ട്രീയുടെ പിക്ചർ വരയ്ക്കാൻ 3 ട്രയാങ്കിൾസ് വരച്ചാൽ മതി. ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. കുറച്ച് ഫസ്റ്റ് മേലെ ചെറിയ ട്രയാങ്കിൾ, പിന്നെ കുറച്ച് വലിയ ട്രയാങ്കിൾ, പിന്നെ കുറച്ച് അതിലും വലിയ ട്രയാങ്കിൾ. അപ്പം അങ്ങനത്തെ ഒരു ഷേപ്പാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാനത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഒരു ട്രീയുടെ ഏകദേശം ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ സൈസിലുള്ള ഒരെണ്ണം കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ വേറൊരു കാർഡ്ബോർഡിൽ ഇതുപോലെ ഒരെണ്ണം കൂടെ കട്ട് ചെയ്ത് എടുക്കുകയാണ്.
ഇതാ നമുക്ക് 2 പീസ് ഇതുപോലത്തെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരെണ്ണത്തിൻ്റെ ഒരു ട്രീയുടെ മേലെ നിന്ന് താഴെ വരെ നമ്മൾ ഒരു വര വരച്ച് കൊടുക്കുക. അതുപോലെ അതായത് മിഡിൽ പോർഷനിൽ. രണ്ടാമത്തെ ട്രീയിൽ താഴെ നിന്ന് മുകളിലേക്കും ഒരു വര വരച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് വരയ്ക്കണ്ട, കാരണം നമുക്കിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ മുകളിൽ നിന്ന് താഴേക്കുള്ള ആ ഒരു വരയിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു 3/4 ഭാഗത്തോളമാണ് നമ്മൾ വര വരച്ചിട്ട് കട്ട് ചെയ്യേണ്ടത്. മറ്റേ ട്രീയുടെ അതായത് പോലെ ഒരു 1/4 ഭാഗത്തോളമാണ് താഴെ നിന്ന് മുകളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ ഇതുപോലെ ഈ ഗ്യാപ്സിൽ കൂടെ ഫിക്സ് ചെയ്യുമ്പം നമുക്ക് ഒരു ട്രീ റെഡിയാവും. അപ്പോൾ ഇത് ഫിക്സ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ട് അതൊന്ന് ആ ബേസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് നമുക്ക് ട്രീ ടേബിളിൽ വെക്കുമ്പോൾ നല്ല ഫ്ലാറ്റായിട്ട് നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ട്രീയുടെ സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ കൂടുതൽ പണിയൊന്നും എടുക്കുന്നില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ട്രീ ആണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പച്ച കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അക്രിലിക് പെയിൻറ്റ് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 2 കോട്ടെങ്കിലും അടിച്ചു കൊടുക്കേണ്ടി വരും. പെയിൻറ്റ് ചെയ്യുമ്പം അത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 കോട്ട് അടിക്കുമ്പോഴാണ് അത് ശരിയായി വരുന്നത്. അപ്പോൾ അതാ ഞാൻ മൊത്തമായിട്ട് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ട്രീനെ. ഇനി ഞാൻ ഒരു സ്റ്റാർ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്റ്റാറും ഒരു കാർഡ്ബോർഡ് പീസും തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റാറിന് നമ്മൾ ഗ്ലിറ്റർ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഒരു സിൽവർ കളർ സ്റ്റാറാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ട്രീയിൽ ഞാൻ വേറെ ഒരു ഡെക്കറേഷനും ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് വെക്കുന്നത്. അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ബോൾസ് പോലെയോ അങ്ങനെ സ്റ്റാർ പോലെയോ ഒക്കെ വരച്ച് കൊടുക്കാം. പക്ഷേ എനിക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ളത് കാണാൻ നല്ല ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വെച്ചത്. അപ്പം ഈ ഒരു സ്റ്റാറും ഇതുപോലെ നമ്മൾ ഒരു പോർഷനിൽ ചെറുതായിട്ടൊരു കട്ട് കൊടുക്കണം. കാരണം നമ്മൾ ആ സ്റ്റാറിനെയും ഈ ഒരു ട്രീൻ്റെ മേലെ ഒട്ടിക്കാനല്ല പോകുന്നത്, ഫിക്സ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇതാ കണ്ടോ? അപ്പോൾ നമ്മുടെ ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം സിമ്പിളല്ലേ? ഇത് രണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തരണം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഓണാക്കി വെക്കുക. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.